ത്തിന്റെ പ്രത്യേകത, അതിന് 2 കവിള് കുടിച്ചാൽ മതി, കുടിച്ചയാള് അടുത്തുള്ള ഓടയിലോട്ട് മറിഞ്ഞു വീഴും, എഴുന്നേറ്റ് പോകാൻ പാട്. മണവാട്ടി അല്പം കുടിച്ചാൽ പിന്നെ ഭയങ്കര നാണമാണ്, ഇങ്ങനെ വിരൽ കൂട്ടി തിരുമ്മിക്കൊണ്ടിരിക്കും. പുല്ലുപെറുക്കി അല്പം കുടിച്ചാൽ മതി, കുടിക്കുന്നയാള് മുറ്റത്ത് കുത്തിയിരുന്ന് സകലമാന പുല്ലും പറിക്കാൻ തുടങ്ങും, വെട്ടം വീണാൽ എഴുന്നേറ്റ് പോവുകയല്ല. പോസ്റ്റേ കയറി എന്ന സാധനം 2 പേർക്ക് അകത്ത് ചെന്നാൽ മതി. ടെലിഫോൺ പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ്, കപ്പളം, തെങ്ങ്, വേര, അണ്ണാനെ പോലെ കയറുക ഇറങ്ങുക ഇറങ്ങുക കയറുക. പോസ്റ്റ്മാന്റെ അല്പം അകത്ത് ചെന്നാൽ മതി, കുടിച്ചയാള് ഭൂമിയിലുള്ള എല്ലാ വീട്ടിൽ കൂടെയും കറങ്ങിക്കൊണ്ടിരിക്കും, സ്വന്തം വീട് മാത്രം എവിടാന്നൊരു പിടിയുമില്ല. മിശിഹ 2 പേർക്ക് അകത്ത് ചെന്നാൽ മതി, ചെല്ലുമ്പം കണ്ണടച്ചോ, പിന്നെ 3-ാം പൊക്കെ കണ്ണു തുറക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് മിശിഹ. അപ്പം ഇതിന്റെ പല രൂപമുണ്ട്. ഇതാണ് പറയുക, കുടുംബം ഒരു ബാർ ഹോട്ടൽ, ഒരു മദ്യഷാപ്പ്. ചിലപ്പോൾ നമുക്കറിയാം കുടിച്ച് അങ്ങേയറ്റം ആവുന്നവരെയും കണ്ടിട്ടുണ്ട്. ചാണ്ടിച്ചേട്ടൻ എന്ന് പറയുന്ന ആള് ഷാപ്പിൽ ചെന്ന് കുടിച്ചു കഴിഞ്ഞപ്പം ചാണ്ടിച്ചേട്ടന് ഭൂമിയിലെല്ലാം വെള്ളപ്പൊക്കം പോലെ തോന്നാൻ തുടങ്ങി. അപ്പൊ 8-9 സഹകുടിയന്മാര് ചാണ്ടിച്ചേട്ടന്റെ കയ്യെ പിടിച്ച് സാവധാനം വീട്ടിൽ കൊണ്ടുവന്നു. അരമണിക്കൂർ നടന്ന് ആടി വീടിന്റെ മുറ്റത്ത് ചെന്നപ്പോൾ ഒരുത്തൻ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. ഭാര്യ ചോദിച്ചു, ആരാ? ഞങ്ങൾ ചാണ്ടിയം കൊണ്ട് വന്നതാ, അവിടെ എങ്ങാനും ചാണ്ടിയേച്ച് പൊക്കോളാൻ പറഞ്ഞു. കാരണം കുടിക്കുന്ന കെട്ടിയവനെ കൊണ്ടുവരുന്ന കൂട്ടുകാരോടും ഭാര്യയ്ക്ക് അറപ്പാണ്, വെറുപ്പാണ്. അവരവിടെ നിന്നു. 15 മിനിറ്റ് ആയിട്ടും ഭാര്യ വാതിൽ തുറക്കുന്നില്ല. ഇവർ മൊത്തം നിന്ന് ആടുക. ഒരു മനുഷ്യൻ ഒന്നുകൂടെ കോളിംഗ് ബെൽ അടിച്ചു. ഭാര്യ ചോദിച്ചു, ആരാന്നല്ലേ ചോദിച്ചത്? ഞങ്ങൾ ചാണ്ടിയം കൊണ്ട് വന്നാന്ന് പറഞ്ഞില്ലേ, നിർത്തിയിട്ട് പോകാനല്ലേ പറഞ്ഞത്? പോരുത്തന്നെ മറുപടി, പൊന്നു പെങ്ങളെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്ന് ഞങ്ങളിൽ ആരാ ചാണ്ടിയെന്നൊന്ന് കാണിച്ചു തരാമോ? ഇതാണ് അവസ്ഥ. ഇപ്പൊ കുടുംബം ഒരു ബാർ ഹോട്ടൽ, കുടുംബം ഒരു മദ്യഷാപ്പ്. ചില കുടുംബങ്ങൾ ലഹരി വിളമ്പുന്ന കുടുംബമാണ്. അപ്പൊ അങ്ങനെയുള്ള കുടുംബത്തിൽ എന്ത് സംഭവിക്കും? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ വീടിന്റെ വിരുന്നുമേശയിൽ നീ ലഹരി വിളമ്പുമ്പോൾ വിരുന്നിന്റെ കർത്താവ് നിന്റെ വീടിന്റെ പടിവാതിലുകൾ ഇറങ്ങിപ്പോയിരിക്കും. അങ്ങനെയുള്ള കുടുംബത്തിൽ മക്കൾക്ക് അനുഗ്രഹക്കുറവുണ്ടാകും, കുടുംബത്തിൽ കൃപയുടെ ചോർച്ചയുണ്ടാകും. ഇപ്പോൾ കുടുംബം ഒരു ബാർ ഹോട്ടൽ. 2, കുടുംബം ഒരു കശാപ്പ് കട. കുടുംബം ഒരു കശാപ്പ് കട. എങ്ങനെയുള്ള കുടുംബമാണ് കശാപ്പ് കട? അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ കൊത്തി നുറുക്കുന്ന ഗർഭഛിദ്രം നടത്തുന്ന കുടുംബമാണോ ആ കുടുംബം ഒരു കശാപ്പ് കടയാണ്. അതുകൊണ്ടാണ് പറയുക, ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന ഭർത്താവും വഴങ്ങുന്ന ഭാര്യയും നടത്തുന്ന ഡോക്ടറും സഹായിക്കുന്ന നേഴ്സും ദൈവത്തിന്റെ കോടതിയിൽ കൊലപാതകത്തിന് ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെയുള്ള കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് അനുഗ്രഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് ഇതിനെതിരെയുള്ള മനോഹരമായ മലയാള സിനിമയാണ് കാണാക്കൺമണി എന്ന് പറയുന്നൊരു ചിത്രം. ഇപ്പം ഗർഭചിത്രത്തിന്റെ പാപത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുക. അപ്പം അങ്ങനെയൊക്കെ ഒരിക്കൽ സംഭവിച്ചു പോയെങ്കിൽ, പൈസയുള്ള ആൾക്കാരുടെ വീട്ടിലാണ് സംഭവിച്ചതെങ്കിൽ, ഇടത്തരം കുടുംബത്തിലെ പാവപ്പെട്ട പെൺകുട്ടികളെ പഠിപ്പിച്ചും വിവാഹാന്തസ്സിൽ പ്രവേശിപ്പിച്ചും ഇതിനുള്ള ആനുപാതികമായ പ്രായശ്ചിത്തം ചെയ്തിരിക്കണം. പാവപ്പെട്ടവർക്ക് സംഭവിച്ചെങ്കിൽ തമ്പുരാനോട് മാപ്പ് ചോദിക്കുക ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട്. ഒരിക്കലും കുടുംബം ഒരു കശാപ്പ് കടയാകാൻ പാടില്ല. ഇപ്പൊ 1, കുടുംബം ഒരു ബാർ ഹോട്ടൽ. 2, കുടുംബം ഒരു കശാപ്പ് കട. 3, കുടുംബം ഒരു ബ്യൂട്ടി പാർലർ. ചില കുടുംബങ്ങൾ ബ്യൂട്ടി പാർലറുകളാണ്. അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, മേക്കപ്പ് സാധനങ്ങൾ. റബ്ബർ ഷീറ്റിന് 100 രൂപ കഴിഞ്ഞപ്പോൾ കോട്ടയം ജില്ലയിലും, വിദേശ പണം വന്നപ്പോൾ പത്തനംതിട്ട തുടങ്ങി മറ്റുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും കാണാം. ഇഷ്ടം പോലെ ഈ പൈസയൊക്കെ വന്നു കഴിഞ്ഞപ്പം അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ. ഇന്ന് നമുക്ക് മലയാളികൾക്ക് പല പല കോംപ്ലക്സുകളുണ്ട്. 1, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. 2, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. 3-ാമത്തെ കോംപ്ലക്സ് ആണ് എല്ലാം വാങ്ങിക്കൂടുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇത് നമ്മുടെ വലിയൊരു കോംപ്ലക്സ് ആയി മാറിയിട്ടുണ്ട്. ചില പെണ്ണുങ്ങളെ കാണാം, വയസ്സ് 65 കഴിഞ്ഞാലും പല്ലു പറഞ്ഞ കുഴി പൗഡറിട്ട് നികത്തി, ചുണ്ടയിലും കണ്ണിന്റെ പുരികത്തേലും ഒക്കെ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയുടെ കൂട്ടി ചായമൊക്കെ പൂശി ഒരു പ്രത്യേക നടപ്പ്. അപ്പൊ ഇവരുടെ ഓർമ്മ ഇത് തൊലിയുടെ നിറവാണെന്ന് ആൾക്കാർ കരുതുമെന്ന. സാമാന്യ ബോധമുള്ളവർക്കറിയാം അത് ചുണ്ടിന്റെയും കണ്ണിന്റെയും കവിളിന്റെയും നിറവല്ല, പെരയുടെ ജനൽക്കമ്പിക്ക് തൂത്ത പെയിന്റിന്റെ ബാക്കി കിരിയെ പൂശിതാന്നറിയാം. ഇങ്ങനെ നടക്കുന്ന ബ്യൂട്ടി പാർലറുകള്. ചില ചേട്ടന്മാരെ കാണാം, ഇവിടെ ഞാനൊന്നും പറയണില്ല, കാരണം വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അല്പമൊക്കെ മേക്കപ്പൊക്കെ ആവശ്യമാണ്. പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിൽ വന്നാൽ കാണാം, വയസ്സ് 75-80 ആയാലും ഒരു മുടി പോലും നരയ്ക്കാത്ത അച്ചായന്മാര്. തലമുടി നോക്കിയാൽ കരിക്കലം കമത്തിയ പോലെ, മോളിൽ കറുപ്പ്, കീഴേ ചെമ്പിപ്പ്, അടിയിൽ നരപ്പ്. ഈ 3 നിലപ്പന്തലും ചുമന്ന് നടക്കുന്ന ഒരുപാട് ചേട്ടന്മാരെ മലയാളികൾക്കിടയിൽ കാണാം നമ്മുടെ നാട്ടിൽ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ കാര്യമല്ല സൂചിപ്പിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കാണാം. ഒരു ദിവസം ഒരു മനുഷ്യൻ അയൽവക്കത്തെ ചേട്ടത്തിയെ ഫോണിൽ വിളിച്ചപ്പോൾ അവരുടെ മോനാ ഫോൺ എടുത്തത്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടി. അപ്പൊ ഈ ചേട്ടൻ ചോദിച്ചു, വെർ ഈസ് യുവർ മമ്മി?
വെർ ഈസ് യുവർ മമ്മി? കൊച്ചിന്റെ മറുപടി, മൈ മമ്മി ഈസ് ഡൈയിങ്. അയാൾ ആംബുലൻസും പിടിച്ച് ഓടി വന്ന് മരിക്കാൻ പോവാന്ന് ഓർത്തോണ്ട്. ഇതാണ് ലോകം എന്ന് പറയാ. അപ്പൊ കുടുംബം ഒരു ബ്യൂട്ടി പാർലർ, അലങ്കാര വസ്തുക്കളും ആഡംബര വസ്തുക്കളും മേടിച്ചു കൂട്ടുന്ന ഒരു ബ്യൂട്ടി പാർലറാണോ കുടുംബം? ഇപ്പൊ 1 കശാപ്പ് കട, 2 മദ്യഷാപ്പ്, 3 ബ്യൂട്ടി പാർലർ, 4 കുടുംബം ഒരു സിനിമാ തിയേറ്റർ. ചില കുടുംബങ്ങൾ സിനിമാ തിയേറ്ററുകളാ. ഒരു റിമോട്ട് കൈ പിടിച്ചിട്ട് തവളയാട്ടം പോലെ ചാടിച്ച് കണ്ടുകൊണ്ടിരിക്കുക. ചില പെണ്ണുങ്ങളെ കാണാൻ നാട്ടിൽ വൈകുന്നേരം 4:30 കഴിയുമ്പോൾ കുളിച്ച് തോർത്തി 1-ാം തരം ഡ്രസ്സ് ധരിച്ച് മുടിയൊക്കെ കാച്ചിക്ക പോലെ പൊക്കി കെട്ടി പൂവൊക്കെ ചൂടി പൊട്ടും കുത്തി, പിന്നെ 5 മണിയാകുമ്പം ചെണ്ടയടികാരൻ തോർത്തിടുന്ന പോലെ നെഞ്ചിന് കുറുകെ ഒരു ടർക്കി ടവൽ അങ്ങ് വിലങ്ങിയിടും. കാരണം 5:30 മണി മുതൽ ഒരുപാട് കണ്ണുനീര് വീണ് ഈ നെഞ്ച് കുതിരാനുള്ളതാണ്. ഏഷ്യാനെറ്റ് കണ്ണീര്, സൂര്യ കണ്ണീര്, കൈരളി കണ്ണീര്, ഒരുപാട് കണ്ണുനീര്. ഒരു ചേട്ടൻ പറഞ്ഞു, എൻ്റെ അച്ഛ എൻ്റെ ഭാര്യ സീരിയൽ കാണാൻ വരുമ്പം ടർക്കി ടവൽ കൊടുത്ത് സോപ്പും തേച്ച് വടക്കൻ വീരഗാഥയിലെ പോലെ വന്ന് ഇങ്ങനെ ഈ സീരിയൽ കാണും. ഞാൻ ചായ എൻ്റെ അച്ഛ പരസ്യം വരുമ്പം വെള്ളം ഒഴിക്കാൻ പോയാൽ മതിയല്ലോ, അതിന് ഒരുങ്ങി വരുന്നതാ. അപ്പൊ കുടുംബം, ചില കുടുംബങ്ങൾ ഒരു സിനിമാ തിയേറ്ററുകളാണ്. ഇപ്പൊ 1 മദ്യഷാപ്പ്, 2 കശാപ്പ് കട, 3 ബ്യൂട്ടി പാർലർ, 4 സിനിമാ തിയേറ്റർ, 5 നമ്മുടെ കുടുംബം, 5 ഒരു സിമിത്തേരി. ചില കുടുംബങ്ങൾ സിമിത്തേരിയ. എന്താ സിമിത്തേരി? വർത്തമാനം പറയാത്ത ഭാര്യ ഭർത്താക്കന്മാര്. ഇന്ന് ഈ കുടുംബധ്യാനത്തിൽ പങ്കെടുക്കാൻ ചിലർ വന്നിരിക്കുന്നത് സിമിത്തേരിയിൽ നിന്നാണ്. ഇന്ന് ഉറങ്ങാൻ പോകുന്നത് മോർച്ചറിയിലേക്കാണ്, കിടക്കുന്നത് ശവപ്പെട്ടിയിലാണ്. കാരണം എന്താണ് സിമിത്തേരി? വർത്തമാനം പറയാത്ത സ്ഥലമാ സിമിത്തേരി. ചില കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ സംസാരിക്കാൻ വിഷയമേ ഇല്ല. ചില കുടുംബങ്ങളുടെ പ്രത്യേകത അതല്ലേ. ഒരുമിച്ച് കൂട്ടുകാരെ കാണുമ്പോൾ ആണുങ്ങൾക്ക് എന്തെല്ലാം വിഷയങ്ങളാ. പെണ്ണുങ്ങൾക്ക് ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുമ്പോൾ കൂട്ടുകാരികളെ കാണുമ്പോൾ എന്തെല്ലാം വിഷയമാ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയും മിസ്റ്റർ സക്കറിയയുടെ കൂട്ടാ, നിത്യം മൗനം കുത്തിയിരിപ്പ്, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. പിന്നെ ചില കുടുംബത്തിൽ ആകെയുള്ള സംസാര വിഷയം കാലാവസ്ഥയാണ്. ചൂട് മാറി തണുപ്പ് ആരംഭിച്ചു, താമസിക്കാതെ മഴ പെയ്യുമായിരിക്കും. ഒരു മഴക്കാർ ഇങ്ങനെ പോന്നു, അവിടെ പോയി പെയ്യുമായിരിക്കും. കാലാവസ്ഥ സൃഷ്ടിച്ച ദൈവത്തിന് 1000 നന്ദി. അല്ലെങ്കിൽ പല ഭാര്യാഭർത്താക്കന്മാരും വിഷയദാരിദ്ര്യം കൊണ്ട് മരിച്ചു പോകുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു ധ്യാനത്തിൽ പറഞ്ഞു, നല്ല ഭാര്യാഭർത്താക്കന്മാർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 15 മിനിറ്റ് കട്ടിലേലിരുന്ന് മുട്ടി ഒരുമി കൊച്ചു വർത്താനം പറഞ്ഞിട്ട് കിടക്കാൻ പോകണം. അത് കഴിഞ്ഞൊരു സ്ത്രീ വന്ന് പറഞ്ഞു, അച്ഛാ കല്യാണം കഴിഞ്ഞ് 18 വർഷം, എൻ്റെ അച്ഛാ 15 മിനിറ്റ് ഒന്നും വേണ്ട, എൻ്റെ കെട്ടിയവനോട് 5 മിനിറ്റ് ഒന്നും മിണ്ടിയാൽ മതിയായിരുന്നു. ഈ മനുഷ്യൻ സന്ധ്യയാവുമ്പോൾ എന്നോട് 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. 3 അടിയുടെ കാര്യം. ഞാൻ ചതന്നാ പെങ്ങളെന്ന് ചോദിച്ചു. അച്ഛാ സന്ധ്യയാകുമ്പോൾ പറയും, 1 പ്രാർത്ഥിക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയേ ഉള്ളൂ, വേറെ സംസാരമില്ല. ഈ സംസാരമില്ലാത്ത കുടുംബം ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വർത്താനം പറയാതിരിക്കുന്നതല്ലേ. ഒരു വീട്ടിലെ 75 വയസ്സുള്ള അപ്പൻ, 73 വയസ്സുള്ള അമ്മ. അപ്പന് മൂക്കിൻ്റെ അറ്റത്ത് അരിശമാണ്, പക്ഷേ പെട്ടെന്ന് ശാന്തമാകും. തള്ള അങ്ങനെ അരിശപ്പെടുകയാണ്. ഒരിക്കൽ പിണങ്ങിയോ പിന്നെ 10 മാസം കഴിഞ്ഞേ വാ തുറക്കത്തുള്ളൂ, അത്രയ്ക്കും വാശിക്കാരിയാ. ഒരു ദിവസം 1 പറഞ്ഞു, 2 പറഞ്ഞു, എങ്ങനെയോ ബഹളം മൂതു. ഈ സ്ത്രീ അങ്ങ് പിണങ്ങി. സന്ധ്യയായിട്ട് മിണ്ടുന്നില്ല. ഭർത്താവ് കിള്ളി നോക്കി, നുള്ളി നോക്കി, മാന്തി നോക്കി, ഒരനക്കവും ഇല്ല. 2-ാം ദിവസവും മിണ്ടുന്നില്ല. 3-ാം ദിവസമായിട്ടും വർത്തമാനം പറയുന്നില്ല. ഇയാൾക്ക് വലിയ മനപ്രയാസം. ഇയാൾ തപ്പാൻ തുടങ്ങി. അലമാരി, തലേന് കീഴെ, മെത്ത കീഴെ, അവിടെ ഇവിടെയൊക്കെ തപ്പി നടക്കുക. അപ്പോൾ അവസാനം ഭാര്യ ചോദിച്ചു, എന്നതാ കളവാ നിങ്ങളുടെ കാണാതെ പോയെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഡേഡി സമാധാനമായി, കിട്ടിപ്പോയി. 3 ദിവസമായിട്ട് നിന്റെ സ്വരം എവിടെ പോയെന്ന് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക, ഇപ്പോഴാടി കിട്ടിയത്. അപ്പൊ പറഞ്ഞാൽ തീരാത്ത പ്രശ്നമില്ല. അപ്പൊ ഈ കുടുംബം ഒരു സിമിത്തേരി ആണോ എന്നുള്ളതാ. ഒരു കാര്യം ഓർത്തോണം, ആണുങ്ങള് ഭാര്യമാരോട് എത്ര അരിശപ്പെട്ടാലും മിണ്ടാതിരുന്നേക്കരുത്. കാരണം മിണ്ടാതിരുന്നാൽ നഷ്ടം ആണുങ്ങൾക്കാണ്, അത് പെണ്ണുങ്ങൾക്കല്ല. കോട്ടയത്തെ ഒരു ഭർത്താവ് ഭാര്യയോട് 3 ആഴ്ച പിണങ്ങിയിരുന്നു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അവന് രാവിലത്തെ 6:30 തീവണ്ടിക്ക് കണ്ണൂരിലേക്ക് പോകണം. 6:30 പോകണമെങ്കിൽ അവൻ 5:30 എഴുന്നേക്കണം. അവൻ്റെ ജീവിതത്തിൽ 5:30 മണി എന്ന മണി ഇന്ന് വരെ കണ്ടിട്ടേ ഇല്ല. ഭാര്യ വിളിക്കാതെ എഴുന്നേക്കാനും പറ്റിയില്ല. പക്ഷെ എങ്ങനെ കയറി മിണ്ടും? ഇവൻ്റെ വെള്ളക്കടലാസിൽ ഒരു കത്തെഴുതി കൊടുത്തു, പ്രിയതമേ, നാഴി ഉരി, സ്പൂണേ പോർക്ക്, കപ്പ് സോസർ, തട്ടും മുട്ടും ഉരുമും. ഇതുപോലെ ദാമ്പത്യത്തിൽ ഭാര്യാഭർത്താക്കന്മാർ ഒരസും ഉരുമും ബഹളം ഉണ്ടാകും. കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുന്നതില്ല വിജയം. എനിക്ക് നിന്നോട് കയറി മിണ്ടണമെന്നുണ്ട്, പെട്ടെന്ന് മിണ്ടാൻ എനിക്ക് വല്ലാത്തൊരു മനപ്രയാസം തോന്നുന്നു. ഞാൻ മലബാറിൽ പോയിട്ട് വരുമ്പം കോഴിക്കോടൻ അലുവായി മേടിച്ചുകൊണ്ട് വരാം, നമുക്ക് അന്ന് ഇണങ്ങി തുടങ്ങാം. നിന്റെ സ്വന്തം ചേട്ടൻ ഒപ്പ്. എന്നിട്ട് കീഴെ എഴുതി NB. നാളെ രാവിലെ 5:30 ആകുമ്പം ദയവ് ചെയ്ത് നീ എല്ലാ പിണക്കവും മറന്ന് എന്നെ ഒന്ന് വിളിച്ചേക്കണം, നിന്റെ സ്വന്തം ചേട്ടൻ. ഇയാൾ കിടന്നങ്ങ് ഉറങ്ങി. രാവിലെ 9 മണിക്ക്
കയ്യേലും കാലിലും സൂര്യപ്രകാശം അടിച്ചപ്പോഴാ ഇയാൾ എഴുന്നേൽക്കുന്നത്. ഇയാൾ തന്നാൽ ഈ മുതുപിശാജ് എന്നെ വിളിച്ചില്ലല്ലോ, ഇത്രയും ക്രൂരമായിട്ട് പെരുമാറിയല്ലോ. എഴുന്നേൽക്കുമ്പോൾ തലയ്ക്കൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി തണുത്തിരിക്കുന്നു, അതിന് കീഴെ ഒരു കടലാസ്. ഇയാളുടെ അടുത്ത് നോക്കിയപ്പോൾ എഴുതി വെച്ചിരിക്കുന്നു, ചേട്ടാ ചേട്ടാ എഴുന്നേക്ക് ചേട്ടാ, 5:30 ആയില്ലേ, പോകണ്ടേ ചേട്ടാ. അപ്പം ആർക്കാ നഷ്ടക്കച്ചവടം എന്ന്? അപ്പം മിണ്ടാതിരുന്നാൽ ആണുങ്ങൾക്കാണ് നഷ്ടക്കച്ചവടം. അപ്പൊ കുടുംബം, നമ്മുടെ വീട് ചിലപ്പോഴെങ്കിലും ഒരു സിമിത്തേരി ആയിട്ട് മാറുന്നു. മൗനത്തിന്റെ സിമിത്തേരി ആയിട്ട്, മൗനത്തിന്റെ സിമിത്തേരി. ഇപ്പൊ 1 ഒരു ബാർ ഹോട്ടൽ, 2 ഒരു കശാപ്പ് കട, 3 ഒരു ബ്യൂട്ടി പാർലർ, 4 ഒരു സിനിമാ തിയേറ്റർ, 5 കുടുംബം ഒരു നമ്മൾ കണ്ടെത്തുന്നു. കുടുംബം ജീവിതത്തിൽ ഒരു സിമിത്തേരി. 6 കുടുംബം ഒരു നരകം. ചില കുടുംബങ്ങൾ നരകമായിട്ട് മാറാം. എങ്ങനെയുള്ള കുടുംബമാണ് നരകം? ഭർത്താവും ഭാര്യയും കൂടെ പിണങ്ങിയിരിക്കുന്ന കുടുംബം നരകം.